മഴതോരും മുൻപേയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊല്ലപ്പള്ളിയിൽ വിളിച്ചു വരുത്തിയ കുടുംബയോഗത്തിൽ ബാലചന്ദ്രൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് പറഞ്ഞു കഴിഞ്ഞു, വൈജയന്തി തന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചവളാണെന്നും ആ കുഞ്ഞ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ആളുകൾ ഓരോരുത്തരായി ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. കേട്ടതൊന്നും വിശ്വസിക്കാനാവാത്തതിന്റെ ഒരന്താളിപ്പും ആശ്ചര്യവും എല്ലാ മുഖങ്ങളിലും ഉണ്ടായിരുന്നു. ഇതൊന്നും ഇതിനു മുൻപ് ആരും പറഞ്ഞു കേട്ടിട്ട് പോലും ഇല്ലല്ലോ. ഭാനുമതി അമ്മ ആരോടെന്നില്ലാതെ ചോദിച്ചപ്പോൾ ശ്രീധരമേനോൻ ചൂണ്ടുവിരൽ തന്റെ വായ്ക്കുമീതെ അമർത്തി സംസാരിക്കരുത് എന്നൊരു ആംഗ്യം കാട്ടി. അവിടെ ചുമരിൽ ചാരി കണ്ണുകൾ ഇറുകി അടച്ച് തകർന്നു നിൽക്കുന്ന ഒരു സ്ത്രീയുടെ മുൻപിൽ വെച്ച് ഉച്ചരിക്കപ്പെടുന്ന ഒരു വാക്കിനും ഔചിത്യബോധത്തിന്റെ കണിക പോലും ഉണ്ടാവുമായിരുന്നില്ല എന്നതാണ് സത്യവും. ശ്രീധരമേനോൻ ഹാളിന് പുറത്തേക്ക് ഇറങ്ങാൻ കൈകാണിച്ചതോടെ ആളുകൾ നിശബ്ദരായി വാതിൽ കടന്നു പോയിക്കൊണ്ടിരുന്നു. സൗദാമിനിയമ്മ മാത്രം ശബ്ദമില്ലാതെ കരയുന്നുണ്ടായിരുന്നു. മണിശങ്കറും രോഹിത്തും കൂടി അവരെ താങ്ങിപ്പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു. വൈജയന്തി നിൽക്കുന്നതിന് മുൻപിലെത്തിയപ്പോൾ സൗദാമിനിയമ്മ തന്റെ ദുർബലമായ കരങ്ങൾ കൊണ്ട് മകളെ പരതി പിടിച്ചു. എന്റെ മോളെ എന്ന് വിളിച്ച് ദീനസ്വരത്തിൽ കരഞ്ഞു. വൈജയന്തി സർപ്പദംശനമേറ്റതുപോലെ ഞെട്ടി. ഒന്നുകൂടി ചുരുങ്ങിച്ചുളിഞ്ഞ് നിൽക്കാനുള്ള കെൽപ്പ് കൂടി നഷ്ടപ്പെട്ട് ചുമരിലൂടെ ഊർന്ന് നിലത്തേക്കിരുന്നു. ബബിത അമ്മയുടെ അരികെ തന്നെ നിന്നു. അവളുടെ കണ്ണിൽ നിന്ന് ഇടയ്ക്കിടെ കണ്ണീർ കണങ്ങൾ തുളുമ്പിച്ചാടി. അവൾക്ക് എവിടെയെങ്കിലും പോയിരുന്ന് പൊട്ടിക്കരയണമായിരുന്നു. മണിശങ്കർ അവളുടെ മുഖത്തേക്ക് നോക്കി. അതിലൊരു ഉഗ്രശാസനയുണ്ടായിരുന്നു. ബബിത ഷാൾ കൊണ്ട് കണ്ണുകളൊപ്പി അനങ്ങാതെ നിന്നു. സൗദാമിനി അമ്മയെയും കൊണ്ട് മണിശങ്കറും രോഹിത്തും വാതിൽ കടന്നുപോയി. ഇനി ബബിതയും വൈജയന്തിയും മാത്രമേ മുറിയിൽ അവശേഷിക്കുന്നുള്ളൂ. മറ്റുള്ളവർ കൊല്ലപ്പള്ളി കൈതക്കൽ തറവാട്ടിലെ ഓരോരോ മുറികളിലേക്ക് മുങ്ങാങ്കുഴിയിട്ടു. അടക്കിപ്പിടിച്ച അത്ഭുതം സ്ഫുരിക്കുന്ന സംഭാഷണങ്ങൾ കൊണ്ട് ഓരോ മുറിയും നിറഞ്ഞു. ബബിതയുടെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്തു തുടങ്ങി. അവൾ കണ്ണു തുടച്ചിട്ട് അത് നോക്കി. അലീന ചേച്ചിയാണ്. പെട്ടെന്ന് ബബിതയ്ക്ക് കരച്ചിൽ വന്നു. കണ്ണിൽ നിന്ന് ഇടതടവില്ലാതെ നീർക്കണങ്ങൾ ഉതിർന്നു. ഹലോ, ആ ബബിതയാ. അവൾ അമ്മയെ നോക്കി. അമ്മ തണുത്തു വിറച്ചിട്ടെന്ന പോലെ മുട്ടിനുമീതെ കൈകെട്ടി അതിനുമീതെ മുഖം കമഴ്ത്തിയിരിക്കുകയാണ്. തലയുടെ പിൻഭാഗം മാത്രമേ കാണാനുള്ളൂ. കഴുത്തിന്റെ വശങ്ങളിലെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ശ്വാസമോ ചലനമോ ഒന്നുമില്ലാത്ത പോലൊരു ഇരിപ്പ്. ബബിത ഫോണുമായി വൈജയന്തിയുടെ അടുത്ത് നിന്ന് പതിയെ നടന്നു നീങ്ങി. ഊൺമുറിയിലേക്ക് കടന്നതും അവിടെ സ്ത്രീജനങ്ങളുടെ അടക്കം പറച്ചിലും ആംഗ്യ വിക്ഷേപങ്ങളും. അലീന ചേച്ചി, മനുവേട്ടനെ വിളിക്കോ പ്ലീസ്, എനിക്കൊന്നും പറയാൻ വയ്യ. അലീനയുടെ മറുപടിക്ക് നിൽക്കാതെ അവൾ കോൾ കട്ട് ചെയ്തു. സ്റ്റെയർ കേസ് ശ്രീധരമേനോനും ഗോപിനാഥ മേനോനും സംസാരിച്ചു നിൽക്കുകയായിരുന്നു. ഗംഗാധരൻ ബബിതയെ കണ്ടു. അവളെ അടുത്തേക്ക് വിളിച്ചു. നീങ്ങുക, ഒരു കാര്യം പറയാനുണ്ട്. അയാൾ അവളെ മുകളിലത്തെ ഗസ്റ്റ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു കാര്യം, താക്കീതിന്റെ സ്വരത്തിൽ അയാൾ പറഞ്ഞു. നിങ്ങൾക്കാർക്കും ഒന്നും അറിയില്ല, മനസ്സിലായോ? ജയന്തിയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് നിന്റെ അച്ഛനാണ് പറഞ്ഞത്. അതാരാണെന്ന് അയാൾക്ക് മാത്രമേ അറിയൂ. അത് കള്ളമാണോ സത്യമാണോ എന്ന് പോലും നമുക്കറിയില്ല. ബബിതയുടെ കണ്ണുകൾ മുറുകി. ഇനി എത്ര ദിവസം മറച്ചു വയ്ക്കുമെങ്കിൽ ഇതിന്ന് രക്ഷപ്പെടാമെന്ന് അങ്കിൾ വിചാരിക്കുന്നുണ്ടോ? ബബിതയുടെ സ്വരത്തിൽ അമർഷം നിറഞ്ഞു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം. വന്നുകൂടിയ ആളുകളൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ, ഗംഗാധരൻ പറഞ്ഞു. മണിശങ്കറും രോഹിത്തും കൂടി സൗദാമിനി അമ്മയെ കട്ടിലിൽ കൊണ്ടുചെന്ന് കിടത്തി. മുത്തശ്ശി, വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ, ഞങ്ങളുണ്ടല്ലോ ഇവിടെ. മണിശങ്കർ അവരുടെ നെറ്റിയിൽ തലോടി. അവൻ എഴുന്നേൽക്കാൻ ഭാവിച്ചപ്പോൾ സൗദാമിനി അമ്മ അവന്റെ കൈത്തണ്ടിൽ പിടിച്ചു. അവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. മണിശങ്കർ കട്ടിലേക്ക് തന്നെ ഇരുന്നു. മുത്തശ്ശിയുടെ കൈ പിടിച്ചു. മോനെ, ഞാനിനി എത്ര നാളുണ്ടെന്ന് എനിക്കറിയില്ല. സൗദാമിനി അമ്മയുടെ ഒച്ച കാറ്റത്തെ ആലില പോലെ വിറകൊണ്ടു. ആ കുഞ്ഞു മരിച്ചുപോയിന്ന നിന്റെ മുത്തച്ഛനും രാവുണ്ണിയേട്ടനും ഗംഗാധരനും ശിവനുമൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അന്നും എനിക്ക് സംശയമുണ്ടായിരുന്നു. നിനക്കറിയാമെങ്കിൽ എന്നോട് പറ സത്യം. ആരാത്, എവിടെയാ? മണിശങ്കർ ആ ശുഷ്കിച്ച കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. അല്പസമയം മൗനമായി ഇരുന്നു. എന്റെ മുത്തശ്ശിയോട് ഞാൻ കള്ളം പറയില്ല. എനിക്കറിയാം ആരാണെന്ന്. മുത്തശ്ശിക്കും അറിയാം. നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കാണെ സൗദാമിനി അമ്മയുടെ കൺകുഴികളിൽ വെള്ളം വന്ന് നിറഞ്ഞു.
ഒരുറവ കിണിഞ്ഞതുപോലെ അത് കവിൾച്ചാലുകളിലൂടെ ഒലിച്ചു. ആ അലീന. അവരുടെ വിറവുകൊണ്ട് ചുണ്ടുകൾ മന്ത്രിച്ചു. മനുശങ്കർ മിണ്ടിയില്ല. മുത്തശ്ശിയുടെ കയ്യിൽ ഒന്നുകൂടി അമർത്തി പിടിക്കുക മാത്രം ചെയ്തു. സൗദാമിനിയമ്മ ഇടത് കൈപ്പടം കൊണ്ട് തന്റെ കണ്ണുകൾ മറച്ചു. അഗാധമായ വേദനയുടെ ഒരു തേങ്ങൽ മാത്രം അവരുടെ നെഞ്ചിൽ നിന്ന് കേട്ടു. കടപ്പാട്ടൂരെ വീട്ടിൽ ആരോടും പരിഭവമില്ലാതെ പണിയെടുത്തു കൊണ്ടിരുന്ന സ്നേഹമയിയായ ഒരു പെൺകുട്ടിയുടെ ചിത്രം മനസ്സിലിട്ട് സൗദാമിനിയമ്മ തന്റെ കണ്ണുനീർ കൊണ്ട് വീണ്ടും വീണ്ടും കഴുകി. ഇതേസമയം കുളത്തൂപ്പുഴ നമ്പർ പ്രസ് ചെയ്തിട്ട് അലീന ഫോൺ കാതോട് ചേർത്ത് പിടിച്ചു. മുറിയിൽ കൂടി നടന്നു. ടാനിയ വാതുക്കൽ നോക്കി നിൽപ്പുണ്ട്. അലീനയുടെ വെപ്രാളത്തിലുള്ള നടത്തം ടാനിയ കൗതുകത്തോടെ നോക്കി നിന്നു. മറുവശത്ത് മനുശങ്കർ ഫോൺ എടുത്തതോടെ അലീന ഉദ്യോഗത്തിന്റെ കൊടുമുടിയിലെത്തി. അവിടെ എന്തായി മനുവേട്ട? ബബിതയെ വിളിച്ചപ്പം അവൾ പറയുന്നു മനുവേട്ടനെ വിളിക്കാൻ. അലീന, ഒരു മിനിറ്റ്. ആരോ സംസാരിക്കുന്നതിന്റെ ചില നുറുങ്ങുകൾ അവ്യക്തമായി കേട്ടു. ആളുകൾക്കിടയിലാണ് മനുവേട്ടനെന്ന് അവൾക്ക് മനസ്സിലായി. മനുവേട്ട, അച്ഛൻ വന്നിട്ട് പോയോ? പോയി. അച്ഛൻ എന്തൊക്കെ പറഞ്ഞു? എല്ലാം പറഞ്ഞു. ദൈവമേ, അമ്മ എവിടെ മനുവേട്ട? ഇവിടെയുണ്ട്. തനിച്ചാണോ? ബബിത അരികെയുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഇപ്പം എന്താ നടക്കുന്നേ? വന്നുകൂടിയവരൊക്കെ ഇതുതന്നെ ചർച്ച ചെയ്യുകയാണെന്ന് തോന്നുന്നു. എല്ലാ മുറിയിലും ആളുകളുണ്ട്. ഇവിടെ ഒരു പ്രൈവസിയും ഇല്ല, ഒരു ഫോൺ ചെയ്യാൻ പോലും. അമ്മയുടെ റിയാക്ഷൻ എന്താ മനുവേട്ട? അലീന, ഞാൻ പിന്നീട് അങ്ങോട്ട് വിളിക്കാം. മനുവേട്ട, ഒരു കാര്യം കൂടി വെക്കല്ലേ. ഞാനാണെന്ന് എല്ലാവരും അറിഞ്ഞോ? ഇല്ല, അതുമാത്രം അങ്കിൾ പറഞ്ഞില്ല. പക്ഷേ ആന്റി പ്രസവിച്ച കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അച്ഛൻ്റെ അടുത്ത് കെഞ്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പേര് പറയല്ലേന്ന്. അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അലീന. അണക്കെട്ട് പൊട്ടി വരുമ്പം അത് തടയാൻ ഒരു ചിറ കെട്ടിയാൽ മതിയോ? ഞാൻ എല്ലാ വിവരവും ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറച്ച് കഴിയട്ടെ. ശരി മനുവേട്ട. അലീനയ്ക്ക് അല്പം ആശ്വാസം തോന്നി തുടങ്ങിയിരുന്നു. വലിയ പൊട്ടിത്തെറിയൊന്നും സംഭവിച്ചിട്ടില്ല. വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിലും ഒരു സമാധാനം. അമ്മയ്ക്ക് എല്ലാം താങ്ങാനുള്ള ധൈര്യം കൊടുക്കണേ, അവൾ മനമൊരുക്കി പ്രാർത്ഥിച്ചു. രോഹിത്തിനെ ഉറക്ക വിളിച്ചുകൊണ്ട് ബബിത സിറ്റൗട്ടിൽ നിന്ന് ഓടിക്കയറി വരുന്നത് കണ്ടപ്പോഴേ മനുശങ്കറിന് ദുസൂചന കിട്ടി. എന്തു പറ്റിയടി? മനുശങ്കർ അമ്പരപ്പിൽ ചോദിച്ചു. അമ്മ പോയി. പോയെന്നോ? എങ്ങോട്ട് പോയി? കാറിൽ കയറിപ്പോയി. ബബിത വേവലാതിയോടെ കൈകുടഞ്ഞു പറഞ്ഞു. അവൾ ഗംഗാധരൻ വിളിച്ചിട്ട് അപ്സ്റ്റേറിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വന്ന് നോക്കുമ്പോൾ വൈജയന്തി ഹാളിലില്ല. അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ടു എന്ന് ഭാനുമതി അമ്മ പറഞ്ഞു. ബബിത പുറകെ എത്തിയപ്പോഴേക്കും വൈജയന്തി കാറിൽ കയറി കഴിഞ്ഞിരുന്നു. ബബിതയ്ക്ക് ഡോറ് തുറക്കാൻ കഴിഞ്ഞില്ല. അത് അകത്തുനിന്ന് ലോക്ക് ചെയ്തിരുന്നു. കാറിന്റെ ജനാല ചില്ലുകളും ഉയർത്തി വച്ചിരുന്നു. ബബിത ചില്ലിൽ തട്ടി വിളിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. കാർ സ്റ്റാർട്ട് ചെയ്ത് മുറ്റത്തിട്ട് വളച്ചു. ബബിതയുടെ കാലിൽ ടയർ കയറേണ്ടതായിരുന്നു. കാർ ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഓടിച്ചുപോയി. എങ്ങോട്ടാ പോയത്? മനുശങ്കർ ഉദ്വേഗഭരിതനായി. പാലാ റോഡിലേക്കാ, ബബിത പറഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ കൈതക്കൽ വീട്ടിലുള്ള എല്ലാവരും സംഗതി അറിഞ്ഞു. മനു, നീ ബൈക്കെടുത്ത് പുറകെ ചെല്ല്. അവളെ ഒറ്റയ്ക്ക് വിടരുത്, ഗംഗാധരൻ നിർദ്ദേശിച്ചു. മനുശങ്കറും രോഹിത്തും കൂടിയാണ് ബൈക്കിൽ പാഞ്ഞത്. കൈതക്കൽ മാളിക വീട്ടിൽ എല്ലാവരും സംഭ്രമത്തിൽ അമർന്നു. അവളെന്താ മക്കളെപ്പോലും വിളിക്കാതെ ഇറങ്ങി ഓടിയത്? എങ്ങോട്ട് പോയതാ? ഗോപിനാഥ മേനോൻ ആരോടൊന്നില്ലാതെ ചോദിച്ചു. വേറെ എവിടെ പോകാനാ? വീട്ടിലോട്ടായിരിക്കും, കമല പറഞ്ഞു. അങ്ങനെയായിരിക്കുമെന്ന് മറ്റുള്ളവരും വിചാരിച്ചു. ബാലചന്ദ്രൻ എല്ലാം തുറന്നു പറഞ്ഞ നിലയ്ക്ക് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ വൈജയന്തിക്ക് സ്വാഭാവികമായും വിഷമം കാണുമെന്ന് അവർക്കറിയാം. എങ്കിലും ഗംഗാധരനും ശിവശങ്കരനും വൈജയന്തിയുടെ പെട്ടെന്നുള്ള പോക്കിൽ ആശങ്കയുണ്ടായിരുന്നു. അവൾ വല്ല കടുങ്കയും ചെയ്ത് കളയുമോന്നാ പേടി. ഒന്നാമതേ ഭയങ്കര വാശിക്കാരി, അതിൻ്റെ കൂടെ ദുരഭിമാനവും. ഗംഗാധരൻ പിറുപിറുത്തു. നല്ല വേഗത്തിലാണ് മനുശങ്കർ ബൈക്ക് ഓടിച്ചതെങ്കിലും പാലാ ടൗണിൽ ചെല്ലുന്നതിനിടയിലൊന്നും വൈജയന്തിയുടെ കാർ കാണാനേ ഇല്ലായിരുന്നു. വീട്ടിൽ പോയി നോക്കാം, രോഹിത് പറഞ്ഞു. മനുശങ്കർ വൈജയന്തിയുടെ വാടക വീട്ടിലേക്ക് ബൈക്ക് ഓടിച്ചു. ഗേറ്റിന് മുന്നിലെത്തിയപ്പോഴേ മനസ്സിലായി വൈജയന്തി അവിടെ ചെന്നിട്ടില്ല. കാർ പോർച്ചിലില്ല. ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. ഷോപ്പിൽ പോയി നോക്കിയാലോ? മനുശങ്കർ ചോദിച്ചു. ഇന്ന് ഞായറാഴ്ചയല്ലേ, 2 ഷോപ്പും അവധിയാ. വേണമെങ്കിൽ കടപ്പാട്ടൂർ പോയി നോക്കാം. അങ്ങോട്ട് പോകുമോ ആന്റി? അത് പൂട്ടിയിട്ടിരിക്കുകയല്ലേ. അച്ഛൻ്റെ അടുത്തേക്ക് പോയി കാണുമോ? നോക്കാം. മനുശങ്കർ നേരെ ബാലചന്ദ്രൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ബൈക്ക് വിട്ടു. അവിടെ ചെന്നപ്പോൾ റൂം പൂട്ടിയിരിക്കുന്നതായി കണ്ടു. റിസപ്ഷനിൽ ചോദിച്ചപ്പോൾ 9:30 പോയെന്നും പിന്നെ തിരിച്ചു വന്നില്ലെന്നും മറുപടി കിട്ടി. രോഹിത് അമ്മയുടെ മൊബൈൽ നമ്പറിൽ വിളിച്ചു നോക്കി.
പക്ഷേ കോൾ പോകുന്നില്ല. സ്വിച്ച് ഓഫ് ചെയ്ത് വച്ചിരിക്കുക മനുവേട്ട, രോഹിത് പറഞ്ഞു. ഇനി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ ബൈക്കിന് സമീപം നിന്നു. നമുക്ക് തിരിച്ചു പോകാം. മുതിർന്നവരുണ്ടല്ലോ വീട്ടിൽ, അവരാലോചിക്കട്ടെ, മനുശങ്കർ പറഞ്ഞു. അവർ കൊല്ലപ്പള്ളിക്ക് മടങ്ങി. വൈജയന്തി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന് അറിഞ്ഞതോടെ ഗംഗാധരനും ശിവശങ്കരനും അടക്കം ബന്ധുക്കളെല്ലാം പരിഭ്രാന്തരായി. ചില ബന്ധുവീടുകളിൽ വിളിച്ച് വൈജയന്തിയെക്കുറിച്ച് തിരക്കി. അവൾക്ക് ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും വിളിച്ചു നോക്ക്, രാജീവ് മേനോൻ പറഞ്ഞു. രോഹിത് ഇതിനിടയിൽ അലീനയെ വിളിച്ച് അമ്മയെ കാണാനില്ലെന്നും കാറിൽ കയറി എങ്ങോട്ട് പോയിരിക്കുകയാണെന്നും അറിയിച്ചു. അലീന അവനെ ആശ്വസിപ്പിച്ചു. എങ്ങോട്ട് പോയാലും അമ്മ തിരിച്ചു വരും, നീ ധൈര്യം കൈവിടരുത്. അച്ഛനും എവിടെയാണെന്ന് അറിയില്ല ചേച്ചി, അച്ഛന്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല, രോഹിത് ഹൃദയവ്യതിയോടെ പറഞ്ഞു. നീ ഇനി കൊല്ലപ്പള്ളിയിൽ നിൽക്കണ്ട മോനെ, ഭവതിയെയും കൃഷ്ണമോളെയും വിളിച്ചോണ്ട് വീട്ടിലേക്ക് പോയിക്കോ. അമ്മ എന്തായാലും ഇനി കൊല്ലപ്പള്ളിയിൽ വരില്ല, വാടക വീട്ടിലേക്കേ വരൂ. എല്ലാവരും പേടിച്ചിരിക്കോ ചേച്ചി, അമ്മയുടെ സ്വഭാവത്തിന് ചിലപ്പോ. ചുമ്മാ മണ്ടത്തരം പറയാതെ മോനെ, അമ്മയ്ക്ക് ഒരാപത്തും വരില്ല, നിങ്ങൾ ധൈര്യമായി മതി. പ്രാർത്ഥിക്കണം കേട്ടോ, അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ തോന്നണേന്ന്. അലീനയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രോഹിത്തിന് അല്പം ആശ്വാസമായി. താനും ബബിതയും കൃഷ്ണജിയും കൂടി വീട്ടിലേക്ക് പോവുകയാണെന്ന് അവൻ മനുശങ്കരനെ അറിയിച്ചു. ഇവിടുത്തെ ആൾക്കാരുടെ ബഹളത്തിൽ നിന്ന് മാറുന്നതാണ് നല്ലതെന്ന് മനുശങ്കറും അനുകൂലിച്ചു. ഇനി കുളത്തൂപ്പുഴയിലെ കാഴ്ചയാണ്. സമയം 5 മണിയോടടുത്തിരുന്നു. ലോണിലെ പൂമരങ്ങളുടെ നിഴൽ കിഴക്കോട്ട് ചാഞ്ഞു കിടന്നു. മഞ്ഞ നിറം കലർന്ന വെയിലിലൂടെ എൽസമ്മയെ നടത്തിക്കുകയായിരുന്നു ടാനിയ. ഇടയ്ക്കൊന്ന് വേച്ചു പോയാൽ മാത്രമേ അവൾ ഒരു കൈതാങ്ങി സഹായിക്കുന്നുള്ളൂ. അത്ര പോലും ആവശ്യമില്ല, എങ്കിലും ഒരു മുൻകരുതൽ. നായ്ക്കളെല്ലാം അവയുടെ കൂടുകളിൽ കിടന്ന് കുരച്ചു ബഹളമുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് ടാനിയ ശ്രദ്ധിച്ചത്. അപരിചിതരായ ആരോ വരുന്നുണ്ട്. താഴെ നിന്ന് ഒരു കാറിന്റെ ഇരുമ്പൽ കേൾക്കാം. പിന്നെ ഒരു കാറിന്റെ ബോണറ്റ് കണ്ണിൽപ്പെട്ടു. അത് പൂന്തോട്ടത്തിലൂടെ മുറ്റത്തേക്ക് വരികയാണ്. നായ്ക്കളുടെ ഗർജനം കലശലായി. വീടിനുള്ളിൽ നിന്ന് 2-4 എണ്ണം പാഞ്ഞു വന്ന് ഇതിനകം നിർത്തിക്കഴിഞ്ഞ കാറിന് നേർക്ക് കുരച്ചു ചാടി. ടാനിയെ കൈയെടുത്ത് ആംഗ്യം കാട്ടി ശാസിച്ചതോടെ നായ്ക്കൾ അടങ്ങി. നായ്ക്കൂടുകളുടെ നേർക്കും അവൾ കൈവീശി ആംഗ്യം കാട്ടി. സ്റ്റാൻലിയുടെ നായ്ക്കൾ അവളെ അനുസരിക്കാൻ ശീലിച്ചു കഴിഞ്ഞിരുന്നു. കറുത്ത ഫിലിമൊട്ടിച്ചിരുന്നതിനാൽ കാറിനകത്തുള്ളവരെ തിരിച്ചറിയാൻ എളുപ്പമായിരുന്നില്ല. പ്രൗഢമായി വേഷം ധരിച്ച ഒരു സ്ത്രീ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് ടാനിയ ആശ്ചര്യപ്പെട്ടു. നല്ല മുഖപരിചയം. ബബിതയുടെ ചായ. ബബിതയുടെ അമ്മയാണോ? അലിനി ചേച്ചിയുടെയും. പക്ഷേ വിളറി വെളുത്ത് പരവശിയായി ഏതോ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന പോലെ. വലിയ കണ്ണുകൾ മാത്രം, ആരെയോ തേടുന്ന പോലെ നാലുപാടും ഉഴറുന്നു. സ്റ്റാൻലി ജോസഫിന്റെ വീടല്ലേ ഇത്? പരിചിതമായ ശബ്ദം. അതെ, ആരാ? എന്റെ പേര് വൈജയന്തി. ടാനിയയുടെ കണ്ണുകൾ വിടർന്നു. താൻ സംശയിച്ചതുപോലെ തന്നെ. സ്റ്റാൻലി ജോസഫ് ഇല്ലേ ഇവിടെ? പപ്പ തോട്ടത്തിൽ പോയതാ. എപ്പോഴാ തിരിച്ചു വരിക? ഉടനെ വരും. കേറിയിരിക്കാമല്ലോ, ടാനിയ ക്ഷണിച്ചു. വൈജയന്തി ഒന്ന് ശങ്കിച്ചു. ബബിതയുടെ അമ്മയല്ലേ? എനിക്ക് കണ്ടപ്പോഴേ തോന്നി. വാ, കേറിയിരിക്കെ. ഇപ്പോഴാണ് എൽസമ്മയ്ക്ക് ആളെ ശരിക്കും പിടികിട്ടിയത്. തന്റെ ജീവിതത്തിന് മേൽ കരുനിഴൽ വീഴ്ത്തിയ പ്രതിയോഗി എന്ന പോലെ എൽസമ്മ വൈജയന്തിയെ നോക്കി. വേണ്ട, ഇരിക്കുന്നില്ല. തോട്ടം ഇവിടെ അടുത്താണോ? ഇവിടുന്ന് കുറച്ചു ദൂരമേയുള്ളൂ. അങ്ങോട്ട് പോണമെങ്കിൽ ഞാൻ വഴി പറഞ്ഞു തരാം. ടാനിയ പപ്പയുടെ തോട്ടത്തിലേക്കുള്ള വഴിയുടെ ഒരു ലഘു വിവരണം നൽകി. പപ്പയുടേത് ഒരു മിലിറ്ററി ജീപ്പാ, കണ്ടാൽ തിരിച്ചറിയാം. അലീന ചേച്ചി വിളിക്കണോ? ടാനിയ അലീനയെ വിളിക്കാൻ വേണ്ടി തിരിഞ്ഞതും സിറ്റൗട്ടിലേക്കുള്ള വാതിലിൽ അലീന നിൽക്കുന്നത് കാണാനായി. അവൾ അത്ഭുത സ്തബ്ധയായി പോയിരുന്നു. വൈജയന്തിയുടെ നോട്ടം 2 നിമിഷം അവളെ തങ്ങി നിന്നു. അടുത്ത നിമിഷം വൈജയന്തി പിന്തിരിഞ്ഞു. ഡോർ തുറന്ന് കാറിലേക്ക് കയറി. അലീന സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും വൈജയന്തി കാർ അല്പം പിന്നോട്ടെടുത്ത് തിരിച്ചു കഴിഞ്ഞിരുന്നു. അലീന കാറിന് പിന്നിലേക്ക് ഓടി വന്നു. കാർ നീങ്ങി തുടങ്ങിയിരുന്നു. പപ്പയെ കാണാൻ വന്നതാ, ടാനിയ അവളോട് പറഞ്ഞു. ഭയങ്കര തിടുക്കത്തിലാ ചേച്ചി, ഞാൻ തോട്ടത്തിലോട്ട് വഴി പറഞ്ഞു കൊടുത്തു. അലീനയുടെ മുഖം ചുവന്നു തൊടുത്തു. ഹൃദയം ത്രസിച്ചു വിങ്ങി. ഇപ്പോൾ പൊട്ടുമെന്ന് തോന്നി. അവൾ ഉടൻ തന്നെ മൊബൈൽ ഫോണിൽ സ്റ്റാൻലിയെ വിളിച്ചു. കോൾ കിട്ടിയ ഉടൻ ചോദിച്ചു, പപ്പ എവിടെയാ? ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പപ്പയെ അന്വേഷിച്ച് അമ്മ വരുന്നുണ്ട്. ആര്? വൈജയന്തിയോ? അതെ പപ്പ, ഒരു ചുവന്ന മാരുതിക്കാറില്ല. അലീനയുടെ ഒച്ചയിടറുകയും കണ്ണ് നിറയുകയും ചെയ്തു. മറുവശത്ത് പ്രതികരണമില്ല. പപ്പ സ്തംഭിച്ചു പോയി കാണുമെന്ന് അലീനയ്ക്ക് തോന്നി. അല്പം കഴിഞ്ഞ്
മറുപടി വന്നു. ഓക്കെ, ഞാൻ നോക്കിക്കൊള്ളാം. തുടർന്ന് കോൾ മുറിഞ്ഞു. റബ്ബർ മരങ്ങൾക്കിടയിലൂടെ താഴ്വാരത്തെ ചുറ്റിപ്പോകുന്ന വീതി കുറഞ്ഞ ടാർ റോഡ്. റോഡിനു താഴെ ഓരോരോ കാലങ്ങളിൽ മലമുകളിൽ നിന്ന് അടർന്നു വീണതെന്ന് തോന്നിക്കുന്ന ഭീമാകാരമായ കരിമ്പാറകൾ. അവയ്ക്കിടയിലൂടെ വല്ലാതെ ഒച്ചവച്ചൊഴുകുന്ന ഇടുങ്ങിയ പുഴ. റോഡിൽ അവിടവിടെ മഞ്ഞ വേൽക്കളങ്ങൾ. വൈജയന്തിയുടെ കാറിനു മീതെ റബ്ബർ ചില്ലകൾ നേർചിത്രങ്ങൾ എഴുതി മായ്ച്ചുകൊണ്ടിരുന്നു. വളവ് തിരിഞ്ഞപ്പോൾ മലമടക്കത്തിനപ്പുറത്തെ പാതയിലൂടെ മിലിട്ടറി ജീപ്പ് വരുന്നത് വൈജയന്തി കണ്ടു. ഹൃദയം നിലച്ചതുപോലെ അവൾ സഡൻ ബ്രേക്ക് ഇട്ടു. സ്റ്റാൻലി തീരെ പതുക്കിയാണ് ജീപ്പൊടിച്ചു വന്നത്. അലീന അടയാളം പറഞ്ഞിരുന്നതിനാൽ വൈജയന്തിയുടെ കാർ അയാൾ തിരിച്ചറിഞ്ഞു. അത് റോഡിന്റെ വശത്ത് ഒതുക്കി നിർത്തിയിരുന്നു. സ്റ്റാൻലി ഇപ്പുറത്തും ജീപ്പ് നിർത്തി. പക്ഷേ ഇറങ്ങിയില്ല. വൈജയന്തി ഡോർ തുറന്ന് ഇറങ്ങുന്നത് കണ്ടപ്പോൾ സ്റ്റാൻലിയും ഇറങ്ങി. കാർ കിടക്കുന്നിടത്ത് തണലുണ്ടായിരുന്നു. സ്റ്റാൻലി അങ്ങോട്ട് നടന്നു ചെന്നു. ഇവിടെ മുഖമൂടികൾ വേണ്ട, പരിചയപ്പെടുത്താൻ ആളുകളില്ല. ഒരു സ്നേഹവസന്തത്തിന്റെ സ്മരണകൾ നൽകുന്ന നൊമ്പരത്തിലും താരളത്തിലും ഒഴുകി അവർ പരസ്പരം നോക്കി നിമിഷങ്ങളോളം നിശബ്ദരായി നിന്നു. താൻ കുറെ നാളുകൾക്ക് മുൻപ് കണ്ട ഔദിത്യവും ഗർവും കാപട്യവും ഒളിപ്പിച്ചിരുന്ന മുഖമല്ല ഇത്, സ്റ്റാൻലി ഓർത്തു. ആരോ പിച്ചി ചീന്തി നിലത്തിട്ട് ചവിട്ടിത്തേച്ച അപമാനിതയായ മുഖം. ലാലിച്ച. 24 വർഷങ്ങൾക്ക് ശേഷം സ്റ്റാൻലി വീണ്ടും ആ വിളി കേട്ടു. അയാളുടെ കൈത്തണ്ടകളിൽ രോമക്കുത്തുകൾ തരിച്ചുണർന്നു. എനിക്കൊരു സത്യം അറിയണം. വേറെ ആരോടും എനിക്ക് ചോദിക്കാനില്ല. വേറെ ആരും എന്നോട് പറയുകയും വേണ്ട. സ്റ്റാൻലിക്ക് കാര്യം മനസ്സിലായി. അയാളുടെ നെഞ്ചിൽ അവളോടുള്ള അലിവും കാരുണ്യവും നിറഞ്ഞു തുളുമ്പി. നമ്മുടെ മകൾ, അവൾ ജീവിച്ചിരിപ്പുണ്ടോ? ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് വേദനയുടെ പ്രകമ്പനം പോലെ ആ ചോദ്യം അയാളുടെ മുന്നിൽ പിടഞ്ഞു വീണു. ഉവ്, അവൾ ജീവിച്ചിരിക്കുന്നു, സ്റ്റാൻലി മന്ത്രിച്ചു. വൈജയന്തിയുടെ ഹൃദയം ഒന്ന് കുതിച്ചു പിടഞ്ഞു. അത് അലീനയാണോ ലാലിച്ച? സ്റ്റാൻലി ശ്വാസമെടുത്തു. അതെ. അയാൾ കനിവോടെ മെല്ലെ ശിരസനക്കി. അതിശൈത്യമുള്ള ഹിമക്കാറ്റടിച്ചിട്ടെന്ന പോലെ വൈജയന്തി ഒന്ന് കുളിർന്നു വിറച്ചു. അവളുടെ ഉടൽ ചൂളിച്ചുരുങ്ങി. അഗാധ വേദനയുടെ അനേകായിരം നൂലുകൾ അവളുടെ മുഖത്ത് വലിഞ്ഞു മുറുകി. അടുത്ത നിമിഷം അവൾ പൊട്ടിക്കരഞ്ഞ് നെഞ്ചു തകർന്ന് താഴെ വീണേക്കുമെന്ന് സ്റ്റാൻലിക്ക് തോന്നി. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.